ഈശ്വര സ്നേഹം എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ കുമ്പിടുന്നതോ നമസ്കരിക്കുന്നതോ വീഴുന്നതോ ഒന്നുമല്ല. അതെല്ലാം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അവിടെയൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ, നിങ്ങളുടെ ശാരീരികേച്ഛയുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഈഗോയുടെ ആവശ്യങ്ങൾ. എനിക്ക് നല്ലൊരു കാറ് തരണേ എന്നുള്ളത് എന്റെ ഈഗോയാണ്, അല്ലെ? എനിക്ക് ഒരുപാട് സമ്പത്ത് നൽകണേ എന്നുള്ളത് എന്റെ ഈഗോയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നശ്വരമായ സമയത്തേട്ടുള്ള വേണ്ടിയിട്ടുള്ള ഒരു എനിക്ക് വേണ്ട എന്റെ ശാരീരികേച്ഛയാണ്, എന്റെ നഫ്സിന്റെ ആഗ്രഹമാണ്. അറബി പറഞ്ഞെണ്ണി, മലയാളത്തിൽ പറഞ്ഞ ശാരീരികേച്ഛയാണ്. നമ്മൾ ആ ശാരീരികേച്ഛയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഇത്രയും നാളും ഈ സുന്ദരമായ ഭൂമിയിൽ കൃത്യമായ ശ്വാസം നൽകിക്കൊണ്ട്, കൃത്യമായ കണ്ണുകൾ കാഴ്ച നൽകിക്കൊണ്ട്, കൃത്യമായ കേൾവി നൽകിക്കൊണ്ട്, ഇതുപോലെയുള്ള അറിവുകൾ നൽകിക്കൊണ്ട്, ഇതുപോലെയുള്ള ചിന്താശേഷി നൽകിക്കൊണ്ട് വേറെ ആർക്ക് ചിന്തിക്കാൻ പറ്റും ഇങ്ങനെ? അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, ഒരു നിമിഷം നിങ്ങളുടെ ഈശ്വരനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയ. തൊട്ടടുത്തുണ്ട് അദ്ദേഹം, തൊട്ടടുത്ത് നിങ്ങളുടെ ചാരെ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ദൂരെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, ദൂരെ എവിടെയോ അങ്ങേയറ്റം, അങ്ങ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകലെ എവിടെയോ ദൂരെ. നിങ്ങൾ വീട്ടിലും പോകണ്ട, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ തൊട്ടടുത്ത്. ഒരു തവണ കണക്ട് ആയാണ്ടല്ലോ, ഒരു തവണ കണക്ട് ആയ, ഒരു തവണ കണക്ട് ആയ പിന്നെ നിരാശ ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. സൃഷ്ടാവ് എല്ലാം നല്ലത് നൽകിയാലും കോടാനുകോടി അനുഗ്രഹങ്ങൾ നൽകിയാണ്. കോടാനുകോടി, എണ്ണാൻ പറ്റൂല, എണ്ണാൻ പറ്റൂല, എണ്ണാൻ പറ്റൂല. ഡെയിലി നിങ്ങളെ ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഡെയിലി നിങ്ങളെ ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിലെ പ്രശ്നങ്ങളെ, നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നങ്ങളെ എല്ലാം നിങ്ങൾ അന്ന് ഇച്ചിരി കിടന്ന് ഉറങ്ങുമ്പോൾ ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നന്ദിയുള്ളവനാകട്ടെ, നന്ദി ഇല്ലാത്തവനാകട്ടെ, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, നിങ്ങൾ തള്ളിപ്പറയുന്നവനാകട്ടെ, എന്തും ചെയ്യുന്നവനാകട്ടെ, എത്ര സുന്ദരമാണ് ആ കാഴ്ച ഒന്ന് ആലോചിക്കുക. എത്ര സുന്ദരമായിരിക്കും. നിങ്ങൾ ആ ഒരു ജ്ഞാനം, ആ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് കടന്നു, ആ ഒരു പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ചൈതന്യം എന്ന് പറയുന്നത്. ആത്മചൈതന്യം. അവേക്കൻ യുവർ സ്പിരിറ്റ്. ഇതിന് മതോ ജാതിയോ വർണ്ണോ കളറോ ഒന്നും പ്രശ്നമല്ല. ഒന്നും പ്രശ്നമല്ല.